ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 3 പാനൽ കട്ട് കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മെയിൻ മെറ്റീരിയൽ അത്യാവശ്യം നല്ല വിടുത്ത് വരുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞാൻ 2 മീറ്റർ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വലിച്ചു നിട്ടില്ല, നമുക്ക് പെട്ടെന്ന് കട്ടിങ്ങിലായിട്ട് കിടക്കാം. അതിന് തന്നെ ഈ ഒരു മെയിൻ ഫാബ്രിക് നമുക്ക് 4 ആക്കി മടക്കിയിടണം. കറക്റ്റ് തന്നെ 4 ആക്കി മടക്കിയിടട്ടോ. ഞാനിങ്ങനെ വിടുത്ത് വയസ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെന്റ് അടയാളപ്പെടുത്താം. ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്ന് ആദ്യം നമുക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് താഴോട്ട് 17 ഇഞ്ചിലും അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് താഴെയും ഇതേപോലെ 4 ഇഞ്ച് ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് ലൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മുകളിലും താഴെയും 4 ഇഞ്ച് കറക്റ്റ് നോക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തത്. അത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിനി ഫുൾ ലെങ്ത് ആണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 55 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഫുൾ ലെങ്ത് വരുന്നത് 55ആണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഫുൾ ലെങ്ത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിത് ചെയ്യുന്നത് ഒരു ഫുള്ളായി കിടക്കുന്ന ഒരു കുർത്തി പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ മെഷർമെൻ്റ് എടുക്കാം. നമുക്ക് എത്രത്തോളം ഈ ഇതിൻ്റെ താഴെ എത്രത്തോളം വിടുത്ത് വരുന്നുണ്ടോ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമുക്ക് താഴത്തെ വിടുത്ത് എത്രത്തോളം വേണോ അതിൻ്റെ പകുതി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളതിൻ്റെ 20 ഇഞ്ചായിരുന്നു. അപ്പം അത് പകുതി വരുന്നത് 10 ഇഞ്ചാണ്. അപ്പം 10 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ 17 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് നമ്മൾ താഴെ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കറക്റ്റ് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് കൂടെ കറക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്യാം. പിന്നെ കട്ടിങ്ങൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിങ്ങനെ ലേക്കാക്കുന്ന ഇഷ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല ടൈമൊക്കെ എടുത്തിട്ട് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ, പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാ നമുക്കിത് ഇങ്ങനെ 2 പീസായി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റത്തെ പീസ് അല്ലാത്ത മറ്റേ പീസ് ഉണ്ടല്ലോ അതൊന്ന് തല തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ആ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗം മുകൾ ഭാഗം താഴേക്കും ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ചെറിയ കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോർമലി ഒരു കുർത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത മെഷർമെൻറ്റ് ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോളും 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ട് ഒരു 32 ഉള്ള ഒരാൾക്കാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് 32 ഹരിക്കണം 4 8 കിട്ടുക. അപ്പോൾ ആ 8 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് 17 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് വരുന്നത് 38ആണ്. അപ്പോൾ അത് 4 കൊണ്ട് ഹരിച്ചാൽ 9.5 കിട്ടും. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയടുത്ത് നിന്ന് ഹിപ്പിൻ്റെ അടയാളപ്പെടുത്തിയ അവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റേതായ രീതിക്ക് ചെയ്യുന്നതാണ്. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താഴത്തെ വിടുത്ത് എത്രത്തോളം വേണ്ട വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന ക്ലിപ്പിൻ്റെയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗം കറക്റ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പിന്നൊക്കെ നമുക്ക് ഊരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് ഒന്നും കട്ട് ചെയ്യാനില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ നീർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ നീർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് ശരിക്കും ഇത് ഒരു 6 പീസൊക്കെ കിട്ടും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നീർത്തിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് ഇതുപോലെ മാറ്റി വെക്കാം, ബാക്ക് പീസ് മാത്രമായിട്ട് വേറെ മാറ്റി വെക്കാം.
ഇനി ഇത് മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അതല്ല ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തല്ലോ, അപ്പോൾ ആ പിന്ന് ഊരുന്നതിന് മുമ്പ് കട്ട് ചെയ്താലും പ്രശ്നമല്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് മൊത്തത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അതിന് തന്നെ നമുക്ക് ആ സെൻറ്ററിൽ വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് രണ്ട് സൈഡിലുള്ള പീസുകളും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം കൂടെ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിഞ്ഞ് പോകാൻ നിൽക്കരുത്. ഒരു സൈഡ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വെറുതെ ലാഗാക്കിണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് സ്പീഡാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ പീസും കൂടെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും കറക്റ്റ് നല്ല ഭാഗം കൂടെ വെച്ചിട്ട് തന്നെ ചെയ്യണം. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്നാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഓക്കെ, എനിക്ക് 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്, അതുപോലെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാൻ. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് മടക്കി ഇട്ട് കൊടുക്കാൻ, നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും അതൊരു ഇങ്ങനെ 2 രീതിക്കൊക്കെ നിൽക്കും. അപ്പോൾ അത് ഒന്ന് ശരിക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും രണ്ട് ലെങ്ത്തിലൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യണം. അതിനുവേണ്ടി ലൈനിങ് ഇവിടെ ഞാൻ 4 മടക്കിയിട്ടിട്ട് തന്നെ ഉണ്ട്. ലൈനിങ്ങിൽ പിന്നെ 3 പാനലായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. നോർമലി നമ്മൾ ഡ്രസ്സിനൊക്കെ എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 മടക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടിൻ്റെ ശേഷം മാത്രമായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ വീഡിയോ സ്പീഡാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾ നല്ല ടൈം എടുത്തിട്ടൊക്കെ തന്നെ കട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതോടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് കേവായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിനൊക്കെ 1-2 ഇഞ്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ലൈനിങ് വരുന്നത്. അത് പൊതുവെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതും അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ മടക്കി കറക്റ്റ് വെച്ചെടുക്കാം. പിൻ ചെയ്ത് എപ്പോഴും വെച്ചെടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് പിൻ ചെയ്തിട്ട് തന്നെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൈക്കുയിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ചുളിവില്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചുളിവില്ലാണ്ട് നിൽക്കാനാണ് നമ്മൾ അതുപോലെ ഒരു ചെറിയ പീസ് 1/2 ഇഞ്ച് കൊഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ ലെങ്ത്ത് നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങനെ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കറക്റ്റ് ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനൊരു ചെറിയൊരു സ്വീറ്റ് ആർട്ട് പോലെ, കറക്റ്റല്ല, ചെറിയൊരു ചേഞ്ച് പോലെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ബോക്സ് പോലെ വരച്ചില്ല, ഇവിടുന്ന് താഴേന്ന് 2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് എന്താ പറയുക പുറത്തോട്ടും അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുക ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിലത്തെ വരക്കുന്നതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയി, ഞാനത് കാണിച്ചു തരാം. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെ, ലെങ്ത്ത് 2 ഇഞ്ചും, പിന്നെ അവിടുന്ന് താഴേക്ക് 4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു റൗണ്ട് പോലെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ കട്ട് ചെയ്തിട്ടുണ്ടായി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ 2 ക്ലിപ്പ് ഉണ്ടാക്കുന്നില്ല, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് രണ്ടും ഇങ്ങനെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തത് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിന് ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ക്യാൻവാസ് യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ ആം ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഇട്ട് കൊടുക്കണം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികേടായിട്ടാണ് നമ്മൾ മറിച്ചിട്ട് അടിക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഇതുപോലെ തന്നെ വൃത്തിക്ക് തന്നെ ആ ഉള്ളിൽ നിന്ന്, അതായത് ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നീറ്റായിട്ട് തന്നെ മറിച്ചെടുക്കണം കേട്ടോ. വീണ്ടും വീണ്ടും പറയാണ്, വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറയുന്നേക്കാൾ നല്ലത് വീഡിയോ കാണുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ബാക്ക് പോർഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ അതായത് ഈ നെക്കിൻ്റെ ഈ റൗണ്ട് ഉണ്ടല്ലോ, ആദ്യം അത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് ആ റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഭാഗം ഇവിടെ ബാക്ക് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഞാൻ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നൊക്കെ കുത്തി വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റൗണ്ടൊന്നും കറക്റ്റ് കിട്ടൂല. അപ്പോൾ ഞാനിവിടെ പിന്നൊന്നും കുത്തിയിട്ടില്ല, അത് വിചാരിച്ച് നിങ്ങൾ പിന്നൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഈ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് സൈഡും ഹാം ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഭാഗം, അവിടെ ആ ജോയിൻ ചെയ്തത് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറിച്ചെടുക്കുമ്പോൾ നമുക്കത് അവിടെ നല്ല വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തല്ലോ, അതേപോലെ തന്നെ സ്റ്റിച്ചുമ്പോൾ തട്ടാണ്ട് ഇതുപോലെ റൗണ്ടിലും നെക്കിൻ്റെ ഭാഗത്തും മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കട്ടിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റിച്ചിൽ കുടുങ്ങരുത്. സ്റ്റിച്ചിൽ കുടുങ്ങാണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കറക്റ്റ് തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് പാർട്ട് മറച്ച് വെച്ചത്, അത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം.
ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല. ജസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ബാക്ക് ഭാഗത്തിൻ്റെയും ഫ്രണ്ട് ഭാഗത്തിൻ്റെയും നല്ല ഭാഗം വരുന്ന രീതിക്ക് ഇതുപോലെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഡൗട്ടാണ് ആ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ കറക്റ്റ് നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഞാനൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ മറ്റേ ഷോൾഡറും സെയിം പോലെ തന്നെ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉൾഭാഗം ചുരുണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോകരുത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും. പക്ഷെ സംഭവം സിമ്പിളാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഞാൻ പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്, അപ്പോൾ പറയുന്നത് കാര്യമാക്കണ്ട. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ. എന്നിട്ട് ആ പിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗം കൂടെ കറക്റ്റാക്കിയിട്ട് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, പിരിഞ്ഞ് പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇതിന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ. അപ്പോൾ 2 ഷോൾഡറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ പിരിഞ്ഞ് പോയതൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ ഇഗ്നോർ ചെയ്യുക കേട്ടോ, പല സൗണ്ടുകളും കേൾക്കും. ഓക്കെ. അപ്പോൾ 2 ഷോൾഡറും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് നിർത്തി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഷോൾഡറിൽ നല്ല നീറ്റായിട്ട് ഷോൾഡർ കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണൂല. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഉണ്ടല്ലോ, അത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ റൗണ്ട് ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതോടെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 സൈഡും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹിപ്പ് വരെ അല്ലെങ്കിൽ വേസ്റ്റ് വരെയെങ്കിലും ലൈനിങ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ്ങിനെ മാറ്റി കൊടുത്തിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഉണ്ടല്ലോ, അത് 2 സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഡ്രസ്സിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ, മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അടിഭാഗം ഞാൻ ചെറിയൊരു കേവ് പോലെയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നാവ് എന്തൊക്കെയാവുന്നുണ്ട്. ഓക്കെ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വന്നാൽ നല്ല നീറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വൃത്തിയില്ലാണ്ടായി പോവും. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലെയിനായിട്ട് കേവ് പോലെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി 2 മടക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊരു ചെറിയൊരു കേവ് പോലെ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കത്തെ റൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ 2 ജോയിൻ അതായത് റൗണ്ട് ഡിസൈനിൽ ജോയിൻ വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഹുക്ക് കൊടുത്തെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ കട്ടിങ് ആ സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പിൻട്രസ്റ്റ് മോഡൽ ഡ്രസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.